അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ 18 4 മുതൽ 7 വരെയുള്ള പ്രോബ്ലംസ് ആണ്. 1 മുതൽ 3 വരെയുള്ള പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. ഇനി 4 മുതൽ 7 വരെയുള്ള പ്രോബ്ലംസ്. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ, 17 ട്രോഫികൾക്കും 16 മെഡലുകൾക്കും കൂടി 2180 രൂപയാണ് വില. 16 ട്രോഫികൾക്കും 17 മെഡലുകൾക്കും കൂടി 2110 രൂപയാണ് വില. ഒരു ട്രോഫിയുടെ വില എന്താണ്? ഒരു മെഡലിന്റെ വില എന്താണ്? The price of 17 trophies and 16 medals is 2180 rupees. The price of 16 trophies and 17 medals is 2010 rupees. 2110 rupees. What is the price of each? അപ്പൊ നമുക്കിതില് ട്രോഫിന്റെയും മെഡലിന്റെയും പ്രൈസ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കിതിൽ ഒരെണ്ണം എക്സും ഒരെണ്ണം വൈ ആയിട്ട് കൊടുക്കാം അല്ലെ. അപ്പോ ട്രോഫീസ് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. പിന്നെ മെഡല് വൈ ആയിട്ട് കൊടുക്കാം. ഓക്കെ. അപ്പൊ എത്ര ട്രോഫി ഉണ്ടെന്നാണ് ഫസ്റ്റ് പറഞ്ഞത്? 17 ട്രോഫി അല്ലെ, 17 ട്രോഫി. അപ്പൊ 17 എക്സ്, പിന്നെ 16 മെഡൽസ് പ്ലസ് 16 മെഡൽ എന്ന് പറഞ്ഞാല് 16 വൈ ഈക്വൽ ടു 17 ട്രോഫിയും 16 മെഡലും കൂടി എത്ര രൂപയാണ്? 2180. ഓക്കെ. ഇനി വേറൊരു കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നത്? 16 ട്രോഫീസ് 16 എക്സ്, 16 എക്സും പിന്നെ 17 വൈയും, അത് 17 മെഡൽസും എത്ര രൂപയാണ്? 2110 അല്ലെ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ഇത് സോൾവ് ചെയ്തിട്ട് എക്സും വൈയും കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. രണ്ടിന്റെയും പ്രൈസസ് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത് രണ്ടും എന്താണ്? പ്രൈസസ് ആണ്. പ്രൈസ് ഓഫ് ട്രോഫീസ് ആൻഡ് പ്രൈസ് ഓഫ് മെഡൽസ് ആണ് എക്സും വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? ഇത് നമ്മൾ ലാസ്റ്റ് പഠിച്ച ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. രണ്ട്. ഇത് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് കൊടുക്കാം, ഇത് സെക്കൻഡ് ഇക്വേഷൻ എന്ന് കൊടുക്കാം. നമുക്ക് ആദ്യം നമ്മൾ പഠിച്ച ഒരു മെത്തേഡ് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതായത് രണ്ട് ഇക്വേഷൻസ് പ്ലസും ചെയ്യുക, രണ്ട് ഇക്വേഷൻസ് മൈനസും ചെയ്യുക. നമ്മൾ എപ്പോഴും ചെയ്യുന്ന മെത്തേഡിൽ വേണമെങ്കിൽ ഇത് ചെയ്യാം, സെയിം ആൻസർ തന്നെ കിട്ടും. നിങ്ങൾ ഈ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം? പ്ലസും മൈനസും ചെയ്തിട്ടുള്ള പ്രോബ്ലം വഴി ചെയ്യാം. നിങ്ങൾക്ക് ഈസിയുള്ള മെത്തേഡാണോ അതിൽ കൂടി തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ആദ്യം നമുക്ക് ഈ രണ്ട് ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും പ്ലസ് ചെയ്യാം. പ്ലസ് ചെയ്യുമ്പോഴേ എത്ര കിട്ടും? 17 പ്ലസ് 16 33 എക്സ് കിട്ടും. പ്ലസ് അഗൈൻ 33 വൈ കിട്ടും. ഇത് പ്ലസ് ചെയ്യുമ്പോൾ 0924 ഇത്ര കിട്ടും. അപ്പൊ ഇതിലെല്ലാത്തിലും 33 കോമൺ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? 33 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഡിവൈഡിങ് ബൈ 33 നമുക്ക് എന്ത് കിട്ടും? ഇത് 33 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 കിട്ടും. ഇവിടെ 33 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 കിട്ടും. ഇവിടെ 33 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴും നോക്കിക്കേ, 42 എത്ര ടൈം? 33 1 ടൈം ആണ്. നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റൂലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. എങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം, കട്ട് ചെയ്യാം, ഡിവൈഡും ചെയ്യാം. 42 1 ടൈം 33 മൈനസ് ചെയ്യുമ്പോൾ 99 കിട്ടും. 99 എത്ര ടൈം? 3 ടൈം. ഓക്കെ. 3 3s are 9, 3 3s are 9. ഓക്കെ. 0. പിന്നെ ഒരു 0 കൂടി ഉണ്ട് അല്ലെ. ആ 0 ഇവിടെ ഇടാം. അപ്പൊ എത്ര കിട്ടും? 130 കിട്ടും. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെയായി? ഇവിടെ 1x പ്ലസ് ഇവിടെ y ഈക്വൽ ടു 130.
ഇത് നമുക്ക് തേർഡ് ഇക്വേഷൻ എന്ന് കൊടുക്കാം. അതായത് ഇത്രയും വലിയ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്ത് കട്ട് ചെയ്ത് ചെറുതാക്കി. അതായത് ഇങ്ങനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്നിലും എന്താ ഉണ്ടാവണം, മൂന്നിലും എന്താ സെയിം നമ്പർ കോമൺ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, രണ്ടെണ്ണത്തിൽ കോമൺ നമ്പർ മൂന്നാമത്തതിൽ ഇല്ല എങ്കിൽ അതൊരിക്കലും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. എന്താണ്? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 130 എന്ന് കിട്ടി. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ഇക്വേഷൻസ് മൈനസ് ചെയ്യാൻ പോണേണ്. അതായത് 17x പ്ലസ് 1 മൈനസ് 2, വലിയ ഇക്വേഷൻ 1 ആണ്, അതുകൊണ്ടിട്ട് 1 മൈനസ് 2 ചെയ്യാം. 16y ഈക്വൽ ടു 2180. ഇനി 16x പ്ലസ് 17y ഈക്വൽ ടു 2110. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 1 മൈനസ് 2 ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ താഴത്തുള്ളതിന്റെ സൈൻ ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇവിടെ പ്ലസ് മൈനസ് ആയി, ഇവിടെ പ്ലസ് മൈനസ് ആയി, ഇവിടെയും പ്ലസ് മൈനസ് ആയി. ഓക്കെ, അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 17 മൈനസ് 16 1x, 16 മൈനസ് 17 ഇവിടെ എന്താണ് ചെയ്യുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ വലുതിന്ന് ചെറുത് മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 1 തന്നെ കിട്ടും, വലുതിന്റെ സൈൻ എന്താണ്? മൈനസ് ആണ്. ഓക്കെ, ഈക്വൽ ടു 0, 8 മൈനസ് 1 7, 70 കിട്ടും. അപ്പൊ ഇത് നാലാമത്തെ ഇക്വേഷൻ എന്ന് കൊടുക്കാം. അപ്പൊ രണ്ട് ചെറിയ ഇക്വേഷൻസ് നമുക്ക് കിട്ടി. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 130, എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 70. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. 3ഉം 4ഉം നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 130, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 70. ഓക്കെ, ആദ്യം രണ്ട് ഇക്വേഷൻസ് ചെയ്തു, രണ്ട് തവണ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ പ്ലസ് വൈയും മൈനസ് വൈയും കട്ട് ചെയ്ത് പോയി. ഇവിടെ 2x, എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് ആണ് ചെയ്യുന്നത് നമുക്ക്. നമ്മളിപ്പോൾ കാരണം മൈനസ് ചെയ്യേണ്ട സൈൻ ചേഞ്ച് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല, ഇത് ഓൾറെഡി കട്ട് ചെയ്ത് പോകും. അപ്പോൾ സൈൻ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട. 0 0 200 കിട്ടും. ഓക്കെ, അപ്പൊ എക്സ് ആണ് 200, സോറി 2x ആണ് 200. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 200/200. എക്സ് എത്ര കിട്ടി? 100 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ചെറിയ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് എക്സ് 100 ആണെങ്കിൽ വൈ എത്രയാണ്? രണ്ടും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 130 കിട്ടും. അപ്പൊ വൈ ഇസ് ഈക്വൽ ടു എത്രയാണ്? 30. ഓക്കെ, അപ്പൊ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രൈസ് ഓഫ് ട്രോഫിയാണ് അല്ലെ? അപ്പൊ ട്രോഫിന്റെ പ്രൈസ് 100 റുപ്പീസും മെഡലിന്റെ പ്രൈസ് 30 റുപ്പീസും. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. An object starts with a speed of u meter per second and it travels along a straight line. If the speed increases the rate of a meter per second every second, the distance traveled in time t seconds is ut plus at square. The distance traveled in 2 seconds is 10 meters and the distance traveled in 4 seconds is 28 meters. What was the starting speed? What is the rate at which the speed is increasing? അതായത് യു മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കൂടി നേർവരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു ഇങ്ങനെ ടി സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഒരു വസ്തു 2 സെക്കൻഡിൽ 10 മീറ്ററും 4 സെക്കൻഡിൽ 28 മീറ്ററും സഞ്ചരിക്കുന്നു. യാത്രയുടെ തുടക്കത്തിൽ വേഗം എന്തായിരുന്നു? ഓരോ സെക്കൻഡിലും വേഗം കൂടുന്നതിന്റെ നിരക്കെന്ത്? അതായത് എന്തൊക്കെയാണ് തന്നേക്കണത്?
യു മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗത്തിൽ തുടങ്ങി. യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അപ്പൊ വേഗമാണ്, സ്പീഡാണ് അല്ലെ? അപ്പം ഇത് ഏത് സ്പീഡാണ്? വേഗത്തിൽ തുടങ്ങി അല്ലെ, സ്റ്റാർട്ട് ചെയ്തു, അതായത് ഇനിഷ്യൽ സ്പീഡാണ്, സ്റ്റാർട്ടിങ് സ്പീഡാണ്. എന്ത്? യു എന്ന് പറയണ, യു മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയണത്. പിന്നെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ മീറ്റർ പെർ സെക്കൻഡ് എന്താണ്? നിരക്കിൽ വേഗം കൂടി, അതായത് റേറ്റ് ഓഫ് ഇൻക്രീസിങ് റേറ്റ് ഓഫ് ദ സ്പീഡാണ്. അതായത് ഓരോ സെക്കൻഡിലും കൂടുന്ന റേറ്റ് സ്പീഡാണ് എന്താണ്? എ എന്ന് പറയുന്നത്. എ മീറ്റർ പെർ സെക്കൻഡ്. രണ്ടും സ്പീഡ് തന്നെയാണ്. ഇത് സ്റ്റാർട്ടിങ്ങിലുള്ള സ്പീഡ്, ഇത് ഓരോ സെക്കൻഡിലും കൂടുന്ന സ്പീഡ്. തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. എന്താണ്? ടി ആണ്, ടി സെക്കൻഡ്സ് ആണ്. അപ്പൊ ഇങ്ങനെ ടി സെക്കൻഡ്സിൽ ഇൻക്രീസ് ആവുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കണത്? വാട്ട് വാസ് ദ സ്റ്റാർട്ടിങ് സ്പീഡ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യുവും പിന്നെന്താ? റേറ്റ് അറ്റ് വിച്ച് ദ സ്പീഡ് ഈസ് ഇൻക്രീസിങ്ങും, കൂടുന്ന സ്പീഡ്, ഓരോ നിരക്കിലും കൂടുന്ന സ്പീഡുമാണ്. യുവും എയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് അവർ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ്സ്. ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് ഡിസ്റ്റൻസ് എന്ന്, ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് 2 സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, അതായത് ടൈം ഇസ് ഈക്വൽ ടു 2 ആയി, 2 സെക്കൻഡ്. ഓക്കെ, ടി സെക്കൻഡ് ടൈമിലുള്ള ഡിസ്റ്റൻസ് ആണ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പൊ 2 സെക്കൻഡിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കൊണ്ടുപോയിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ടി എത്രയാണ്? ടിക്ക് പകരം 2 കൊടുക്കാം, ഡിക്ക് പകരം 10 കൊടുക്കാം. അപ്പൊ എന്ത് വരും? 10 ഇസ് ഈക്വൽ ടു 2 യു ടി എന്ന് പറഞ്ഞാൽ യു ഇൻറ്റു 2, അതായത് 2u പ്ലസ് ഹാഫ് എ ഇൻറ്റു 2 സ്ക്വയർ. ഓക്കെ, അപ്പൊ 10 ഇസ് ഈക്വൽ ടു 2u പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 വരും, ഹാഫ് എ ഇൻറ്റു ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 4. ഓക്കെ, 10 ഇസ് ഈക്വൽ ടു 2u പ്ലസ് ഈ 2ഉം 4ഉം കട്ട് ചെയ്തു പോയി 2 ആയി. ഓക്കെ, 2u പ്ലസ് 2a എന്ന് വരും. ഇപ്പൊ ഇതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എല്ലാത്തിലും 2 ഉണ്ട്. അപ്പൊ ഇതിന് എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യാം? 2 കട്ട് ചെയ്യാം. അതിന് 2 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം ഈ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ 2 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 5 കിട്ടും. 5 ഈക്വൽ ടു ഇവിടെ എന്ത് പോകും? 2 പോകും, യു പ്ലസ് ഇവിടെ എന്ത് പോകും? 2 പോകും, എ എന്ന് വരും. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, യു പ്ലസ് എ ഈക്വൽ ടു 5 എന്ന് കിട്ടി, ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇത് എപ്പോഴുള്ളതാണ്? ടൈം 2 സെക്കൻഡിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി അടുത്ത് വേറൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ടൈം 4 തന്നിട്ടുണ്ട്. അതായത് ടൈം 4 ആവുമ്പോൾ ഡിസ്റ്റൻസ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? ക്വസ്റ്റ്യനില് 28 മീറ്റർ ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ സെയിം നമുക്ക് ഈ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് ഈ ടിയും ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡി ഈക്വൽ ടു 28 ഈക്വൽ ടു യു എത്രയാണ്? ടി എത്രയാണ്? 4. അപ്പൊ 4u പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി എത്രയാണ്? 4 സ്ക്വയർ, അതായത് 4 ഇൻറ്റു 4. ഓക്കെ, കട്ട് ചെയ്യുമ്പോൾ 2 കിട്ടും. അപ്പൊ 28 ഈക്വൽ ടു 4u പ്ലസ് എന്ത് കിട്ടും? 8a എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ ഈ 3 ഇക്വേഷനിലും ഈ 3 ടേംസിലും എന്തുണ്ട്? 4 കോമൺ ആണ്. നമുക്ക് 4 കട്ട് ചെയ്യാലോ ഈ ഇക്വേഷനിൽ നിന്ന്. അപ്പൊ നമുക്ക് എന്ത്? ഡിവൈഡ് ബൈ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 7 കിട്ടും അല്ലെ? അപ്പൊ ഡിവൈഡിങ് ബൈ 4 വി ഗെറ്റ് എന്ത് കിട്ടും? 7 ഈക്വൽ ടു ഇവിടെ 4 കട്ട് ചെയ്യുമ്പോൾ 1 വരും,
1u അതായത് u പ്ലസ് ഇവിടെ 4 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2 വരും അല്ലെ, 2a എന്ന് വരും. അപ്പൊ ഇക്വേഷൻ എങ്ങനെയാവും? u പ്ലസ് 2a ഈക്വൽ ടു 7 എന്ന് വരും. ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ചെറിയ ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. വലിയ ഇക്വേഷൻ ഏതാണ് ഇതിൽ? സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 മൈനസ് 1 ചെയ്യാം. സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ. അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ u പ്ലസ് എ ഈക്വൽ ടു 5 ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? മൈനസ് ചെയ്യുമ്പോൾ താഴെയുള്ളതിന്റെ സൈൻ ചേഞ്ച് ചെയ്യാം. നമുക്ക് എല്ലാം u പ്ലസ് ആണ്, എ പ്ലസ് ആണ്, 5 പ്ലസ് ആണ്, അതെല്ലാം മൈനസ് ആയി. അപ്പോൾ പ്ലസ് യു മൈനസ് യു കട്ട് ചെയ്തു പോയി. 2a മൈനസ് എ തന്നെ. എ ഈക്വൽ ടു എത്ര കിട്ടി? 7 മൈനസ് 5 2 കിട്ടും. അപ്പോൾ എ കിട്ടി നമുക്ക് എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് എന്ത് ചെയ്യാം? നമുക്ക് ഈ എയുടെ വാല്യൂ കൊണ്ടുപോയിട്ട് ഈ ചെറിയ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് യു ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം യു പ്ലസ് എ ഈക്വൽ ടു 5 ആണ് അല്ലെ. അപ്പം യു പ്ലസ് 2 ഈക്വൽ ടു 5 ആണ്. അപ്പൊ യു എത്രയാണ്? 3 അല്ലേ? 3 പ്ലസ് 2 അല്ലേ 5. അപ്പൊ യു എത്രയാണ്? 3 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ. ഒരു രണ്ടക്ക സംഖ്യ അതിലെ അക്കങ്ങളുടെ തുകയുടെ 6 മടങ്ങാണ്. അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന രണ്ടക്ക സംഖ്യ അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങിനേക്കാൾ 9 കൂടുതലാണ്. രണ്ടക്ക സംഖ്യ ഏതാണ്? A 2-digit number is equal to 6 times the sum of its digits. The number got by interchanging the digits is 9 more than 4 times the sum of the digits. What is the number? അപ്പോൾ ഒരു 2-digit നമ്പർ ആണ്. നമ്മൾ നേരത്തെ ഇതുപോലത്തെ ഒരു 2-digit നമ്പറിന്റെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട് അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്റർചേഞ്ച് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഒരു 2-digit നമ്പർ നമ്മൾ പറഞ്ഞു. ഒരു 2-digit നമ്പർ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരെണ്ണം ചെയ്തിരുന്നു. 34 ആണെങ്കിൽ ഈ 2-digit നമ്പറിന്റെ യഥാർത്ഥ പ്ലേസ് ഏതാണ്? ഇത് വൺസ് പ്ലേസ്. അതായത് 34 എന്ന് പറഞ്ഞാൽ എന്താ? 30 പ്ലസ് 4 ആണ്. അതായത് 30 എന്ന് പറഞ്ഞാൽ 3 into 10 പ്ലസ് 4 ആണ്. അപ്പൊ 3ഉം 4ഉം ആണ് എന്ത്? ആ രണ്ട് ഡിജിറ്റ്സ്. ഈ 3ഉം 4ഉം ആണ് രണ്ട് ഡിജിറ്റ്സ് അല്ലെ. അപ്പൊ ഈ 3ക്കും 4നും നമ്മൾ എന്ത് കൊടുക്കും? എക്സും വൈയും കൊടുക്കും അല്ലെ. അപ്പൊ നമുക്ക് അറിയാൻ പാടില്ല ഒരു 2-digit നമ്പർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. എക്സും വൈയും കൊടുക്കുമ്പോൾ ഈ എക്സ് 2-digit നമ്പറിന്റെ യഥാർത്ഥ വാല്യൂ എന്താണ്? എക്സ്. ഇതിവിടെ എക്സിന്റെ സ്ഥാനത്ത് 3 ആണ്. അതായത് 10x പ്ലസ് വൈ ആണ് അല്ലെ. 10x പ്ലസ് വൈ ആണ്. വൈൻ്റെത് വൺസ് പ്ലേസ് ആണ്, എക്സിൻ്റെത് ടെൻസ് പ്ലേസ് ആണ്. ഓക്കെ, അപ്പൊ 2-digit നമ്പർ എന്ത് കിട്ടി നമുക്ക്? 10x പ്ലസ് വൈ എന്ന് പറഞ്ഞു. ആ 2-digit നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? എ 2-digit നമ്പർ ഈസ് ഈക്വൽ ടു 2-digit നമ്പർ ഈസ് ഈക്വൽ ടു 6 ടൈംസ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്. അതായത് 6 ടൈംസ് എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 6 മടങ്ങ് 6 ഇൻറ്റു സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ്. അതായത് ഇതിന്റെ ഡിജിറ്റ് എന്തൊക്കെയാണ്? എക്സും വൈ ആണ്. എക്സിന്റെയും വൈന്റെയും സമ്മാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഡിജിറ്റിന്റെ തന്നെ സമ്മാണെന്ന്. ഓക്കെ, അതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എന്തെന്ന് കിട്ടും? 10x പ്ലസ് വൈ ഈക്വൽ ടു ഇത് 6ന് ഉള്ളിലോട്ട് ഇൻറ്റു ചെയ്യാം. 6x, ഈ 6 രണ്ടുപേർക്കും കൂടി ഉള്ളതാണ്, പ്ലസ് 6y. അപ്പൊ ഇത് നമുക്ക് 6 എക്സിനെയും വൈനെയും ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ 10x മൈനസ് 6x ഈക്വൽ ടു എന്തെന്ന് വരും? 6y. y അപ്പുറത്തോട്ട് വരുമ്പോൾ മൈനസ് y. ഓക്കെ, 10x മൈനസ് 6x 4x ഈക്വൽ ടു എന്ത് വരും? 6y മൈനസ് y 5y വരും. ഇനി ഈ 5yനെ നമുക്ക് ഇപ്പുറത്തോട്ട് എടുക്കാം. 4x പ്ലസ് y ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൈനസ് 5y ആവും, ഈക്വൽ ടു 0. ഈക്വൽ ടു അപ്പുറം ഒന്നുമില്ല, 0 വരും. അപ്പൊ ഇത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ.
അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം നമുക്ക്. എന്താ രണ്ടാമത്തെ കണ്ടീഷൻ? ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ്. ഇന്റർചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിന്റെ സ്ഥാനങ്ങൾ മാറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 34 എന്നുള്ളത് എന്താകും? 43 ആവും. ഡിജിറ്റ് ഇന്റർചേഞ്ച് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ 43 ആയി. അതായത് എക്സ് വൈ എന്നുള്ളത് വൈ എക്സ് ആയി. അതായത് എക്സിന്റെ പ്ലേസ് വൺസ്, വൈന്റെ പ്ലേസ് ടെൻസ് ആയി. ഓക്കെ. ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ്. അപ്പോൾ കിട്ടുന്ന യഥാർത്ഥ നമ്പർ എന്തായിരിക്കും? 10y പ്ലസ് എക്സ് ആയിരിക്കും അല്ലെ? എക്സിന്റെ പ്ലേസ് 1 ആണ്, വൈന്റെ പ്ലേസ് ടെൻസ് ആണ്. ആ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേക്കണത്? 9 മോർ ദാൻ. 9 മോർ ദാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? +9. 9 കൂടുതലാണ്, അതായത് +9 ആണ്. ഏതോ നമ്പറിനോട് 9 പ്ലസ് ചെയ്തിട്ടുണ്ട്. 4 ടൈംസ്. അപ്പൊ 4 ഇൻറ്റു ആണ്. 4 ടൈംസ് സം ഓഫ് ദ ഡിജിറ്റ്സ്. 4 ടൈംസ് ആ നമ്പറിന്റെ സമ്മ്, നേരത്തെ ചെയ്തതുപോലെ. 9 മോർ ദാൻ 4 ടൈംസ് സം ഓഫ് ദ ഡിജിറ്റ്സ്. ഓക്കെ, അതാണ് പറഞ്ഞേക്കുന്നത് രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പൊ നേരത്തെ സോൾവ് ചെയ്തതുപോലെ ഇതും നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ 10y പ്ലസ് എക്സ് ഈക്വൽ ടു, ഈ 4 ഇൻറ്റു ഉള്ളിലോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 4x പ്ലസ് 4y പ്ലസ് 9. ഓക്കെ, ഇനി എന്ത്? എക്സും വൈ ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമ്പർ അവിടെ തന്നെ എഴുതാം. 10y പ്ലസ് എക്സ് പ്ലസ് 4x മൈനസ് 4x ആവും, പ്ലസ് 4y മൈനസ് 4y ആവും. 9 അവിടെ തന്നെ എഴുതി. ഓക്കെ, നമ്പർ ഈക്വൽ ടു എന്നിട്ട് നമ്പർ നമുക്ക് വേണം. ഇവിടെ നമ്പർ ഇല്ലാത്തത് കാരണം നമ്മൾ 0 ഇട്ടു. ഇനി എന്ത് ചെയ്യാം? 10y മൈനസ് 4y എത്രയാണ്? 6y. ഇനി എക്സ് മൈനസ് 4x. ഇതിൽ വലുതിലാണ് മൈനസ് വന്നേക്കുന്നത്. അപ്പൊ മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ. 4x വലുതിന്ന് ചെറുത് മൈനസ് ചെയ്യുക. 4x മൈനസ് 1x 3x അല്ലെ? മൈനസ് ഇട്ട് കൊടുക്കുക, വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. ഈക്വൽ ടു 9. ഇതിലെല്ലാത്തിലും 3 കോമൺ ആണല്ലോ, നമുക്ക് ഡിവൈഡ് ബൈ 3 ചെയ്യാലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6നോട് 3 ചെയ്യുമ്പോൾ 2y കിട്ടും, മൈനസ് ഇവിടെ x കിട്ടും, ഈക്വൽ ടു 3 കിട്ടും. ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമുക്ക് ആ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും തമ്മിൽ സോൾവ് ചെയ്യാം. ഇപ്പൊ ഏതൊക്കെയാണ്? 4x മൈനസ് 5y ഈക്വൽ ടു 0. പിന്നെന്താ? 2y മൈനസ് എക്സ് ഈക്വൽ ടു 3. അപ്പൊ നമുക്ക് എക്സിന്റെ കോഎഫിഷ്യന്റ് ഒക്കെ ഒന്നിച്ചെഴുതാം, വൈന്റെ കോഎഫിഷ്യന്റ് ഒക്കെ ഒന്നിച്ചെഴുതാം. അപ്പൊ എങ്ങനെ ഒരു ഇക്വേഷൻ? 4x മൈനസ് 5y ഈക്വൽ ടു 0. ഈ എക്സിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അതായത് എക്സിൻ്റെത് മൈനസ് ആണ്. മൈനസ് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 3 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് പോകാനായിട്ട് ഒന്നുമില്ല. ഏതെങ്കിലും ഒരു കോഎഫിഷ്യന്റ് എക്സിന്റെയോ വൈന്റെയോ കോഎഫിഷ്യന്റ് കട്ട് ചെയ്ത് പോകണം. അപ്പൊ ഇതിവിടെ കട്ട് ചെയ്ത് പോകാൻ ഒന്നുമില്ലാത്തത് കാരണം നമ്മൾ എന്ത് ചെയ്യും? എക്സിന്റെ കോഎഫിഷ്യന്റ് വെച്ചിട്ട് ത്രൂ ഔട്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് 4 വെച്ചിട്ട് താഴെയുള്ള എല്ലാത്തിനെയും നമുക്ക് ഇൻറ്റു ചെയ്യാം. താഴെയുള്ള 1നെ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇവിടെ ഉള്ള എല്ലാത്തിനെയും ഇൻറ്റു ചെയ്യാം. അപ്പൊ ഇവിടെ 1 ആയതുകൊണ്ടിട്ട് മുകളിൽ എന്താണ്? സെയിം തന്നെ വരും. 4x മൈനസ് 5y ഈക്വൽ ടു 1. 1 വെച്ചിട്ടേ ഇൻറ്റു ചെയ്യുള്ളൂ, മൈനസ് വെച്ചിട്ട് ഇൻറ്റു ചെയ്യൂല. നമ്പർ വെച്ചിട്ട് മാത്രമേ ഇൻറ്റു ചെയ്യുള്ളൂ. ഓക്കെ, ഇനി ഈ 4 വെച്ചിട്ട് താഴെയുള്ളതിന് ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്. 4 ഇൻറ്റു 1 4 മൈനസ് 4x. 4 ഇൻറ്റു പ്ലസ്, ആ പ്ലസ് അതുപോലെ തന്നെ ഇടുക. 4 2s 8y ഈക്വൽ ടു 4 3s 12 കിട്ടും. ഇനി ഇവിടെ മൈനസ് ചെയ്യേണ്ട, സൈൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. ഓക്കെ, അതങ്ങോട്ട് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 8 മൈനസ് 5 ആണ് വന്നേക്കുന്നത്. 8 മൈനസ് 5 3y ഈക്വൽ ടു 12 പ്ലസ് 0 12 തന്നെ കിട്ടും. y ഈസ് ഈക്വൽ ടു, ഇത് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡ് ബൈ 3 ആവും. എത്ര കിട്ടും? 4 കിട്ടും y. ഓക്കെ, അപ്പോൾ y 4 കിട്ടി. ഇനി നമുക്ക് ഏതെങ്കിലും ചെറിയ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് ഈ വൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സ് കിട്ടും. അപ്പോൾ മൈനസ് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 3 ആണ്. മൈനസ് എക്സ് പ്ലസ് 2 ഇൻറ്റു 4, വൈ എന്ന് പറഞ്ഞാൽ 4 ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്, 3. മൈനസ് എക്സ് പ്ലസ് 8 ഇസ് ഈക്വൽ ടു 3. മൈനസ് എക്സ് ഈക്വൽ ടു, ഈ പ്ലസ് 8 അപ്പുറം പോകുമ്പോൾ മൈനസ് 8 ആവും. വിച്ച് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 3 മൈനസ് 8. വലുതിന്ന് ചെറുത് മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ. അപ്പോൾ -5 വരും.
മൈനസ് എക്സ് ആണ് -5, എക്സ് ഇസ് ഈക്വൽ ടു 5. ഓക്കെ, അപ്പൊ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സും വൈയും ആണ്. എക്സ് എത്രയാണ്? 5 ആണ് അല്ലെ? ഇവിടെ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5, വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4. 54 ആണ് നമ്പർ. ഓക്കെ, അപ്പൊ നമ്പർ ഈസ് 54. ഇനി ഈ ചാപ്റ്ററിൽ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, 11 is added to a number gives twice another number. 20 is added to second number gives twice the first number. What are the numbers? രണ്ട് സംഖ്യകളിൽ ആദ്യ സംഖ്യയോട് 11 കൂട്ടിയപ്പോൾ രണ്ടാമത്തേതിന്റെ 2 മടങ്ങും, രണ്ടാമത്തേതിനോട് 20 കൂട്ടിയപ്പോൾ ഒന്നാമത്തേതിന്റെ 2 മടങ്ങും കിട്ടി. സംഖ്യകൾ എന്തൊക്കെയാണ്? അപ്പൊ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, രണ്ട് സംഖ്യകളുണ്ട്. അപ്പൊ ഒരെണ്ണം എക്സ് ആയിട്ട് എടുക്കാം, ഒരെണ്ണം വൈ ആയിട്ട് എടുക്കാം. എന്നിട്ട് എന്താ പറഞ്ഞേക്കണത്? ആദ്യ സംഖ്യയോട് 11 കൂട്ടിയപ്പോൾ രണ്ടാമത്തേതിന്റെ 2 മടങ്ങ്. ആദ്യ സംഖ്യ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ആയിട്ട് എടുക്കാം, രണ്ടാമത്തെ സംഖ്യ വൈ ആയിട്ട് എടുക്കാം. ഓക്കെ, എത്രയാണ് കൂട്ടിയേക്കണത്? ആദ്യ സംഖ്യയോട് 11 ഈസ് ആഡഡ് ടു ദ നമ്പർ ഗിവ്സ് ദ ട്വൈസ് ദ അനദർ നമ്പർ. 11 ആണ് ആഡ് ചെയ്തേക്കണത് അല്ലെ? അതായത് ആദ്യ സംഖ്യനോട് 11 കൂട്ടിയപ്പോൾ 11 ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ട്വൈസ് ദ അനദർ നമ്പർ. അതായത് രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ്. ട്വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ടൈംസ്, 2 ഇൻറ്റു അല്ലെ? 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു വൈ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് ചെയ്യാം. എന്ത് വരും? ഈ 2y ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം, 11 അങ്ങോട്ട് കൊണ്ടുപോകാം. എക്സ് മൈനസ് 2y ഈക്വൽ ടു പ്ലസ് വൈ ഇവിടെ വരുമ്പോൾ -2y ആവും, +11 അപ്പുറത്തോട്ട് പോകുമ്പോൾ -11 ആയി. അപ്പൊ ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? 20 ഈസ് ആഡഡ് ടു ദ സെക്കൻഡ് നമ്പർ. രണ്ടാമത്തെ നമ്പറിനോട്, രണ്ടാമത്തെ നമ്പർ ഏതാണ്? വൈ. രണ്ടാമത്തെ നമ്പറിനോട് 20 ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? ട്വൈസ് ദ ഫസ്റ്റ് നമ്പർ. രണ്ടാമത്തെ ഫസ്റ്റ് നമ്പറിന്റെ 2 മടങ്ങ്. ട്വൈസ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ. ഓക്കെ, ഇതാണ് സെക്കൻഡ് കണ്ടീഷൻ. അപ്പൊ ഇത് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ എന്തെന്ന് വരും? അതായത് ഈ വൈനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പൊ എന്ത് വരും? 2x മൈനസ് വൈ ഈക്വൽ ടു 20 എന്ന് കിട്ടും അല്ലെ? 20 അവിടെ തന്നെ എഴുതി, ഒരു മാറ്റം ഇല്ലാതെ. വൈ മാത്രമേ അങ്ങോട്ട് പോയുള്ളൂ. അപ്പൊ വൈന്റെ സൈൻ മാത്രമേ ചേഞ്ച് ചെയ്തോളൂ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ഇക്വേഷൻ ആക്കി എടുക്കാം. ഇനി ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യാം നമുക്ക്. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ എക്സ് മൈനസ് 2y ഈക്വൽ ടു -11. രണ്ടാമത്തെ ഇക്വേഷൻ 2x മൈനസ് വൈ ഈക്വൽ ടു 20. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് കോയിഫിഷ്യന്റ് സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു ചെയ്യാം. എക്സിന്റെ കോയിഫിഷ്യന്റ് വെച്ചിട്ട് മുകളിൽ ഇൻറ്റു ചെയ്യാം, ഈ എക്സിന്റെ കോയിഫിഷ്യന്റ് വെച്ചിട്ട് താഴെ ഇൻറ്റു ചെയ്യാം. അപ്പൊ മുകളിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 2 ഇൻറ്റു എക്സ് 2x മൈനസ് 2 ഇൻറ്റു 2 4y ഈക്വൽ ടു -22. ഇവിടെ 1 ആയതുകൊണ്ടിട്ട് താഴെ എല്ലാം സെയിം ആണ്. 2x മൈനസ് വൈ ഈക്വൽ ടു 20. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അതായത് മൈനസ് ചെയ്യുമ്പോൾ ഈ താഴത്തേക്കുള്ളതിന്റെ സൈൻ മാറ്റും അല്ലേ? സൈൻ മാറുമ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. ബാക്കി എന്ത് കിട്ടി? 4 പ്ലസ് വൈ ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ -3y കിട്ടും ഈക്വൽ ടു, ഇവിടെ രണ്ടിന്റെ സൈനും എന്താണ്? മൈനസ് ആണ്. ഇവിടെ ഒരെണ്ണത്തിന്റെ മൈനസും ഒരെണ്ണത്തിന്റെ പ്ലസും ആക്കി. ഇവിടെ രണ്ടും എന്തായി? മൈനസ് ആയി. ഒരേ സൈൻ വന്നാൽ എന്ത് ചെയ്യും? പ്ലസ് ചെയ്തിട്ട് അതേ സൈൻ. അപ്പൊ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 242 -42 കിട്ടും. അപ്പൊ y ഇസ് ഈക്വൽ ടു -42 ബൈ -3. കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 ടൈം 14 കിട്ടും. അപ്പോൾ 14, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. y ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 14 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എക്സ് മൈനസ് 2y, എക്സ് മൈനസ് 2y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഇൻറ്റു 14 ഈക്വൽ ടു -11. അപ്പോൾ എക്സ് മൈനസ് 28 ഈക്വൽ ടു -11. എക്സ് ഇസ് ഈക്വൽ ടു -11 -28 അങ്ങോട്ട് പോകുമ്പോൾ +28. എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ വേറെ വേറെ സൈനാണ് വന്നേക്കണം. വേറെ വേറെ സൈൻ വരുമ്പോൾ
മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ. 8 മൈനസ് 1 7, 2 മൈനസ് 1 1, വലുതിൻ്റെ സൈൻ പ്ലസ്. അപ്പോൾ എക്സ് എത്ര കിട്ടി? 17 കിട്ടി. അപ്പോൾ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 17ഉം 14ഉം. അപ്പോൾ ഇത്രയുമാണ് ആദ്യത്തെ ചാപ്റ്ററിലുള്ള പോർഷൻസ്.